നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ടറിനെ കുറിച്ചാണ്. ഇൻഡക്ടർ അഥവാ കോയിൽ, ഇൻഡക്ടർ നമ്മൾ കോയിൽ എന്നും പറയാറുണ്ട്. ഇലക്ട്രോണിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ഇൻഡക്ടർ. മൊബൈൽ ഫോണിലും ഒരുപാട് ടൈപ്പ് ഇൻഡക്ടറുകൾ വരാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇൻഡക്ടറിന്റെ സിമ്പിൾ കാണാം. നമുക്ക് മൊബൈൽ ഫോണിന്റെ സ്കീമാറ്റിക്സ് നോക്കുന്ന സമയത്ത് ബോർണിയോ, അപ്പോൾ തന്നെ പ്രാഗ്മാഫിക്സ്, ZHW സോഫ്റ്റ്വെയറുകളൊക്കെ സ്കീമാറ്റിക്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻഡക്ടർ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഇൻഡക്ടറുകൾ നമ്മൾ മൊബൈൽ ഫോണിൽ കണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് AF കോയിൽ, രണ്ടാമത് RF കോയിൽ, പവർ കോയിൽ എന്നുള്ള പ്രധാനമായിട്ട് 3 ടൈപ്പ് ഇൻഡക്ടറുകൾ നമുക്ക് കാണപ്പെടാറുണ്ട്. AF കോയിൽ എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി കോയിലാണ്. മൈക്ക്, സ്പീക്കർ തുടങ്ങിയ ഓഡിയോ സെക്ഷനിലാണ് നമുക്കിപ്പോൾ ഈ AF കോയിൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ AF കോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ, ഇപ്പോൾ പണ്ടത്തെ ആൻസറുകളിലൊക്കെ ഈ ഒരു ഷേപ്പിലുള്ള AF കോയിലുകൾ കാണാറുണ്ട്. അപ്പോൾ തന്നെ മൈക്ക്, സ്പീക്കർ, ലൗഡ് സ്പീക്കർ തുടങ്ങിയ ഓഡിയോ സെക്ഷനിലാണ് ഈ AF കോയിൽ നമുക്ക് കാണാം. ജസ്റ്റ് നമുക്കൊന്ന് ഒരു സ്കീമാറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബോർഡിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു A50യുടെ ബോർഡാണ്, സാംസങ്ങിന്റെ A50യുടെ ബോർഡാണ്. അതിൽ മൈക്ക് സെക്ഷനിൽ കാണുന്ന AF കോയിലാണ് ഈ കാണുന്നത്. മൈക്ക് സെക്ഷനിൽ മൈക്ക് പോസിറ്റീവ്, മൈക്ക് നെഗറ്റീവ്, രണ്ട് സെക്ഷനിൽ, രണ്ട് ലൈനിലും നമുക്ക് ഓരോ AF കോയിൽ വീതം കാണാറുണ്ട്. അതുപോലെ തന്നെ റിസീവറിന്റെ ഭാഗത്തിൽ, ഇയർ പീസ് റിസീവറിന്റെ ഭാഗത്തിൽ നമുക്ക് രണ്ട് ഭാഗത്തിലും ഓരോ കോയിൽ സീരീസ് ആയിട്ട് കോയിലുകൾ ഇത് കാണാം. ഇതും AF കോയിലാണ്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിന്റെ ഭാഗത്തിലും കോയിലുണ്ട്. ഇത് ലൗഡ് സ്പീക്കറിന്റെ ആംപ്ലിഫയർ ആണ്. ലൗഡ് സ്പീക്കർ ആംപ്ലിഫയറിന്റെ ഔട്ടിൽ എന്തുണ്ട്, രണ്ട് കോയിൽ കൊടുത്തിട്ടുണ്ട്. സീരീസ് ആയിട്ടാണ് ഈ കോയിലൊക്കെ വരിക. AF കോയിൽ എന്തായാലും വരാറുള്ളത് സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോയിൽ ഉപയോഗിക്കുന്നത്. ഈ കോയിൽ കംപ്ലൈന്റ് ആയാൽ, അതായത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സർക്യൂട്ട് എല്ലാം വർക്ക് ചെയ്യും, പക്ഷെ അവിടെ ഫിൽറ്ററിങ് നടക്കില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ വരുന്ന അടുത്ത ടൈപ്പ് കോയിലാണ് RF കോയിൽ എന്ന് പറയുന്നത്. RF കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി കോയിലാണ്. അതായത് മെയിനായിട്ട് ഈ കോയിൽ കാണുന്നത് നെറ്റ്വർക്ക് സെക്ഷനാണ്. നെറ്റ്വർക്ക് സെക്ഷനിൽ മാത്രമല്ല, ബ്ലൂടൂത്ത്, വൈഫൈ പോലുള്ള ഹൈ ഫ്രീക്വൻസി സെക്ഷനുകളിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് കോയിൽ കാണാൻ വേണ്ടി പറ്റും. നെറ്റ്വർക്ക് കോയിൽ, RF കോയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സീരീസ് ആയിട്ടും പാരലായിട്ടും നമ്മൾ ഈ സർക്യൂട്ടുകളിൽ ഈ കോയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ബാൻഡ് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ സ്കീമാറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സെക്ഷൻ, അതേപോലെ സാംസങ് A50യുടെ സ്കീമാറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിന്റെ നെറ്റ്വർക്ക് സെക്ഷനിൽ നമുക്ക് എന്ത് കാണാം, ഈ ഒരു RF കോയിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാ സാംസങ്ങിന്റെ നെറ്റ്വർക്ക് സെക്ഷൻ ആണ്. നെറ്റ്വർക്ക് സെക്ഷനിൽ ആന്റിന കണക്ടറിലേക്കുള്ള ഒരു പോയിന്റ് ആണ് കാണിച്ചിട്ടുണ്ട്. അതിൽ കാണാം നമുക്ക് ഇപ്പോൾ പാരലായിട്ട് ഇൻഡക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീരീസ് ആയിട്ടും ഇൻഡക്ടറുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഈ RF കോയിൽ എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് പാരലായിട്ട് നമ്മൾ നെറ്റ്വർക്ക് സെക്ഷനിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പാരലായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ GR വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് സെക്ഷനിൽ നമുക്ക് കണ്ടിന്യൂറ്റി ആണ് കിട്ടുക. ആ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലായിട്ട് കൊടുത്തുള്ള കോയിലുകളായിരിക്കും. സീരീസ് ആയിട്ടുള്ള കോയിലുകൾ നമുക്ക് ആ ഒരു ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ഒരു സിഗ്നലിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇതിനാണ് നെറ്റ്വർക്ക് കോയിൽ എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി കോയിലുകളായിരിക്കും. ഈ കോയിലിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും കാണാനുണ്ടാവുക. സർക്യൂട്ടിൽ ബോർഡിൽ നോക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ ചെറിയ കമ്പൗണ്ട് ആയിട്ടാണ്, വളരെ ചെറിയ ഇൻഡക്ടർ ആയിട്ടാണ് ഈ കമ്പൗണ്ട് കാണുക. വൈറ്റ് കളറിൽ, ബൈ കളറിലൊക്കെ, രണ്ട് കളറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ നെറ്റ്വർക്ക് കോയിൽ അഥവാ RF കോയിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. അടുത്ത കോയിലാണ് പവർ കോയിൽ. പേര് തന്നെ നമുക്ക് മനസ്സിലാവും, പവർ സെക്ഷനിൽ വരുന്ന, അതായത് പവർ ലൈനിൽ വരുന്ന കോയിലാണ് നമ്മുടെ പവർ കോയിൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബക്ക് കോയിൽ, ബൂസ്റ്റ് കോയിൽ, ഇങ്ങനെ രണ്ട് ടൈപ്പ് കോയിലുകൾ പവർ കോയിലുകളിൽ വരാറുണ്ട്. നമുക്കറിയാം ബക്ക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ കുറയ്ക്കുന്ന സെക്ഷൻ അല്ലേ. അപ്പൊ ബക്ക് കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ VPH വോൾട്ടേജ്, അതായത് 3.7 to 4.2 വോൾട്ട്, ആ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളിലേക്ക് കൊടുക്കുന്ന പാത്തുകളിൽ നമ്മൾ ഈ ബക്ക് കോയിൽ ഉപയോഗിക്കാറാണ്. ബക്ക് കോയിലിന്റെ മെയിൻ ഫംഗ്ഷൻ വോൾട്ടേജ് കുറയ്ക്കുക, ആംബിയർ കൂടുതൽ വേണ്ട സർക്യൂട്ടുകൾ. ഇതിൽ വോൾട്ടേജ് കുറവായിരിക്കും, പിന്നെ ആംബിയർ കൂടുതൽ വേണ്ട സർക്യൂട്ടുകളാണ് ഈ നമ്മൾ ബക്ക് കോയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വയർ ബോണ്ട് ടൈപ്പിലും അതുപോലെ ഫെറൈറ്റ് ബീഡ് ടൈപ്പിൽ നമുക്ക് ബക്ക് കോയിൽസ് അവൈലബിൾ ആണ്, നമ്മൾ ബോർഡ് സർക്യൂട്ടിൽ കാണാറുണ്ട്. ഇപ്പോൾ പവർ സെക്ഷനിൽ മെയിനായിട്ട് പവർ ഐസിന്റെ ചുറ്റും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പവർ കോയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് ബക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കേണ്ട സെക്ഷനാണ്. ബൂസ്റ്റ് കോയിൽ, അതായത് ബൂസ്റ്റ് കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതും പവർ കോയിൽ തന്നെയാണ്. ബൂസ്റ്റ് കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂട്ടേണ്ട സെക്ഷനിലാണ്. അത് നമുക്കറിയാം, ബാക്ക് ലൈറ്റ് സെക്ഷൻ, ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് സെക്ഷൻ, ഇങ്ങനത്തെ സെക്ഷനുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ബൂസ്റ്റ് കോയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബൂസ്റ്റ് കോയിലിന് ബക്ക് കോയിലിന് കൺസ്ട്രക്ഷൻ ഏകദേശം സെയിം ആയിട്ട് വരാറുണ്ട്. അതായത് വയർ ബോണ്ട് കോയിലിന് കൺസ്ട്രക്ഷൻ സെയിം ആയിട്ട് വരാറുണ്ട്. ബക്ക് കോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള കണ്ടക്ടർ വയറിന്റെ തിക്നെസ് കൂടുതലും, അതുപോലെ ചുറ്റിന് എണ്ണം കുറവായിരിക്കും. ബൂസ്റ്റ് കോയിൽ നോക്കുമ്പോൾ അതിൽ ചുറ്റിന്റെ എണ്ണം കൂടുതലുണ്ടാവും, വയറിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക.
അപ്പൊ ഇത് തന്നെയാണ് ആ ഒരു കൺസ്ട്രക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ബക്ക് കോയിലിനും ബൂസ്റ്റ് കോയിലിനും വ്യത്യാസപ്പെടുത്തുന്ന ഈ ഒരു കാര്യം മാത്രമാണ്. ഈ രണ്ടും ഉപയോഗിക്കുന്നത് പവർ കോയിലായിട്ടാണ്. വോൾട്ടേജ് കൂട്ടേണ്ട ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടുകളിൽ നമുക്ക് ബൂസ്റ്റ് കോയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് കുറയ്ക്കേണ്ട സെക്ഷനിൽ നമ്മൾ ബക്ക് കോയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് സ്കീമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൽ ഡി ഔട്ടിൽ വരുന്നത് പവർ ഐ സിയുടെ ഔട്ടിൽ വരുന്ന മെയിൻ പവർ ഐ സിയുടെ ഔട്ടിൽ വരുന്ന ബക്ക് വോൾട്ടേജുകളിൽ ഉപയോഗിക്കുന്ന കോയിലൊക്കെ ബക്ക് കോയിലായിരിക്കും, പവർ കോയിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്യാമറ ഫ്ലാഷ് ലൈറ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന, ഇതിപ്പോൾ ഒരു ഈ സാംസങ് A50 നമുക്കറിയാം ഒരു LED ഡിസ്പ്ലേ വരുന്ന ഫോണാണ്. ഒരു ഗ്രാഫിക് ഐ സിയിലേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് കോയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫിക് ഐ സിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു AVDD വോൾട്ടേജ് വരുന്ന സർക്യൂട്ടുകളിൽ ഇപ്പോൾ AVDD ഗ്രാഫിക് ഐ സിയിലേക്ക് വരുന്ന VBAT വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോയിൽ, ബൂസ്റ്റ് കോയിൽ നമ്മൾ സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ബൂസ്റ്റ് കോയിൽ നമുക്കറിയാം അത്യാവശ്യം സൈസ് ഉണ്ടാവും. ബൂസ്റ്റ് കോയിലിന് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളിലാണ് നമുക്ക് ബൂസ്റ്റ് കോയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നോക്കുക, ഇപ്പൊ ഇത്രയും ടൈപ്പ് കോയിലുകളിൽ നമ്മൾ മൊബൈൽ ഫോണിൽ കാണപ്പെടാറുണ്ട്. ബക്ക് കോയിൽ, ബൂസ്റ്റ് കോയിൽ, AF കോയിൽ, RF കോയിൽ. ഒരു ബക്ക് കോയിലും ബൂസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് പവർ കോയിൽസിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കോയിലായിരിക്കും. അപ്പം ഇൻഡക്ടർ എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ AF കോയിൽ നമ്മൾ പറഞ്ഞു അത് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് കോയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ബക്ക് കോയിലും ബൂസ്റ്റ് കോയിലും നമുക്ക് ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ആ ഒരു സർക്യൂട്ടിൽ അതിന്റെ വാല്യൂ വളരെ പ്രധാനമായിരിക്കും. അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ സർക്യൂട്ടിൽ ഈ ഒരു കോയിലുകൾ ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ കമ്പോണന്റുകൾ മാറ്റി വെക്കണം. സെയിം വാല്യൂ ഉള്ള കമ്പോണന്റുകൾ മാറ്റി വെക്കേണ്ടത് നിർബന്ധമാണ്. താങ്ക് യു.